ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഇങ്ങനെ കുറച്ച് നേരം പോയി കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല കാണിക്കാനായിട്ട്. എന്നും സ്ഥിരം കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ്. രാവിലെ തന്നെ പാല് വന്നിട്ടുണ്ട്, പത്രം വന്നിട്ടുണ്ട്, മീൻ വന്നിട്ടുണ്ട്. ഇവരൊക്കെ ഡെയിലി വരുന്ന ആളുകളാണ്. അവരൊക്കെ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഇവരാരെങ്കിലും ഒരു ദിവസം വരാതിരുന്നാൽ നമുക്കത് വലിയ പാടായിരിക്കും. നമ്മളത് പറയും, അവർ എന്താ വരാഞ്ഞത്, നമ്മളത് ഓർക്കും. രാവിലത്തെ കാര്യങ്ങൾ ഏകദേശം ഒരുപോലെ തന്നെയാണ് ഉണ്ടാവാറ് എല്ലാ ദിവസവും. അതൊക്കെ അതുപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പ്രത്യേകിച്ച് ഒന്നും കാണിക്കാനൊന്നുമില്ല. എല്ലാതും പഴയതുപോലെ തന്നെ. പുതിയതായിട്ട് കാണിക്കാൻ ഒന്നുമില്ല, പുതിയതായിട്ടൊന്നും നടക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ആവുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റും. അങ്ങോട്ട് പോണോ? അതിരും ഇവിടെ ഉറങ്ങുന്നുണ്ട്. ആ ഗ്യാപ്പിൽ ഞാൻ പോയിട്ട് പെട്ടെന്നൊന്ന് കുളിക്കട്ടെ. പണ്ടൊക്കെ എൻ്റെ ഒരു ദിവസം തുടങ്ങുമ്പോൾ ഞാൻ ആലോചിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ ഒരു ടെൻഷൻ എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത്, എത്ര പേർക്ക് പേയ്മെൻറ്റ് റെഡിയാക്കി കൊടുക്കാനുണ്ട്, അത് എത്ര ബില്ലാണ് അടിക്കാൻ കിടക്കുന്നത്, ബാലൻസ് ഷീറ്റ് ടാലി ആയില്ലെങ്കിൽ ആ ഒരു ടെൻഷൻ, അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു എൻ്റെ തലയിൽ കൂടെ ഓടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നേരെ തിരിച്ച് അതിന് എങ്ങനെ ഭക്ഷണം കൊടുക്കാം, അവൻ കഴിച്ചില്ലെങ്കിൽ ഇപ്പം എന്താ ചെയ്യുക, അവൻ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് പോയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറയുമ്പോൾ നിസ്സാര കാര്യങ്ങളാണെങ്കിൽ കൂടി ഇതൊക്കെ ഒന്ന് ചെയ്ത് വരുമ്പോൾ എന്തായാലും രാത്രി ആവും. കാരണം എന്താ സംഭവം എന്നൊന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എപ്പോഴും നമ്മളിങ്ങനെ ഒരാൾ ഡിപ്പെൻഡ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കുട്ടീനെ നോക്കണേ, ഒന്ന് ഞാൻ ഇതൊന്ന് ചെയ്യട്ടെ, അങ്ങനെ എപ്പോഴെപ്പോഴും നമ്മൾ ഒരാളിങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അതും ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ താമസിച്ച് ആ ദിവസം മൊത്തം അങ്ങനെ പോവും. അതൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ ഓഫീസ്, എൻ്റെ ഫ്രണ്ട്സ്, അവരേനൊക്കെ ഞാൻ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ ഏകദേശം സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അത് കൊടുക്കട്ടെ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അവരത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴേക്കും സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. നിങ്ങൾ കരുതുന്ന പോലെ പെട്ടെന്നൊന്നും ചെയ്തു വരാൻ പറ്റില്ല. അവർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ കുറച്ച് ലേറ്റാവും. കുറേ ചിലപ്പോൾ അവർ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടൊക്കെ വരുമ്പോഴേക്കും ഏകദേശം സമയം ലേറ്റായിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഇതാ ഇവിടെ 3:30 ആയിട്ടുണ്ട്. ഡ്രസ്സ് അലക്കാനുണ്ട്, അപ്പോൾ അത് വേഗം കൊണ്ടുപോയിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും കറക്റ്റ് സമയത്ത് വെള്ളം കഴിഞ്ഞു. ഇനിയിപ്പോൾ മോട്ടർ ഇടാമെന്ന് വെച്ചാൽ സ്വിച്ച് ഇട്ടാൽ വെള്ളം കയറൊന്നുമില്ല. നമ്മൾ ആദ്യം പോയി കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഇതിനകത്തേക്ക് കുറച്ചങ്ങോട്ട് തള്ളി കൊടുക്കണം. എന്നാൽ മാത്രമേ അത് കുറച്ച് വെള്ളമെങ്കിലും പുറത്തേക്ക് തരുള്ളൂ. ഇത് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതവിടെ വർക്കാവട്ടെ. വരുന്ന വഴിയിൽ ഒരു ചെറുനാരങ്ങ കിടക്കുന്നുണ്ട്, അതും കൂടെ എടുത്തിട്ട് ഞാൻ വേഗം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തത് ഞാൻ പോയിട്ട് ഞാൻ ടെറസിൻ്റെ മുകളിൽ ഡ്രസ്സ് അലക്കിയത് കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതെടുത്ത് കൊണ്ടുവന്ന് അതൊക്കെ ഒന്ന് മടക്കി വെക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് കൊണ്ടുപോയി ഇടാനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അതിര് ഉറങ്ങുകയാണ് അവിടെ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കാൻ പാടില്ല. ഉണ്ടാക്കി അവൻ അപ്പം എണീക്കും. അപ്പം മെല്ലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. പെട്ടെന്ന് അതൊക്കെ ഒന്ന് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നിവിടെ വൈകിട്ട് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചു. പിന്നെ വൈകുന്നേരം ഏകദേശം
വൈകുന്നേരം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പോയി മേലൊക്കെ കഴുകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പം അതൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. രാത്രി ഞാനും അന്തരും കൂടെ കുറച്ച് നേരം ഇങ്ങനെ ഇവിടെ വന്നിരിക്കും. ഇടയ്ക്ക് ഇവിടെ വന്നിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിരുന്നിട്ടുണ്ട്. ഞാൻ പത്രം ഒന്ന് വായിച്ചാലോ എന്നുള്ളൊരു ഇതിലിങ്ങനെ വന്നതാണ്. അപ്പോൾ ഞാനത് വായിക്കാൻ നിൽക്കുമ്പോൾ അവനതിക്ക് തരുന്നില്ല. അവനത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീറി ഒരു 100 കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ടാവും. അപ്പോൾ പത്രം വന്നു കഴിഞ്ഞാൽ രാവിലെ തന്നെ അത് അവരുടെ കൈ കിട്ടാത്ത രീതിക്ക് വയ്ക്കും. കിട്ടി കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ ആകെ അലങ്കോലാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഞാനതൊന്ന് പത്രം വായിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുമ്പോഴേ അവൻ അലമ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവൻ്റെ വേറെ ഒന്നിനല്ല, അവൻ്റെ കൂടെ കളിക്കാൻ ചെല്ലാനാണ്. അവനിങ്ങനെ കളിക്കാൻ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞു നിന്നാൽ മതി നമ്മൾ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇവിടെ നല്ല മഴയും പെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അതിന് ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. അവനെ ഉറക്കിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. എങ്ങനെ പോയാലും ഒരു 10 മണിയൊക്കെ ആവും അവന് ഉറങ്ങാൻ. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിച്ച് വന്നിട്ടുണ്ട്. എനിക്കും നന്നായിട്ട് ഉറക്കം വരുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഏകദേശം എൻ്റെ ഒരു ദിവസം കടന്നു പോവാറ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനെൻ്റെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്.